കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. ആൻഡ് ഈ ചോദ്യങ്ങൾ പല രീതിയിലും മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ രീതിയിൽ വന്നിട്ടുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വരുന്ന എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. സോ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ചോദ്യം പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ഈ ഐഡന്റിറ്റീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പഠിക്കുന്നത്, അതിനെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണണം. ഓക്കെ, കാരണം നിങ്ങൾ ചോദ്യം കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ കാണുന്ന ബ്ലാങ്ക് സ്പേസ് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഈ കാണുന്ന ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇതിൽ 3 ഏതെങ്കിലും ഒന്നൊരു വാല്യൂ എടുത്ത് എഴുതി അത് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ദൗത്യം എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 51ൻ്റെ സ്ക്വയർ ഉണ്ട്, 50ൻ്റെ സ്ക്വയർ പ്ലസ് 50 പ്ലസ് എന്തോ ഒരു സംഖ്യ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. അടുത്തത് x+1 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ ഐഡന്റിറ്റി ആണ് വേണ്ടത്. ഐഡന്റിറ്റി ഏതാ? a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആവില്ല പഠിച്ചിട്ടുണ്ടാവുക, ഇതെന്താ സാറ് ഞങ്ങൾ പഠിക്കാത്ത രീതിയിൽ എഴുതുന്നതെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, x+y ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലും പഠിക്കുന്നവരുണ്ടാവും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. രണ്ടും സെയിം തന്നെയാണ്. ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും അതിൽ വരുന്നില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 51 സ്ക്വയറിനെ കുറിച്ചാണ്. 51 സ്ക്വയർ എന്നുള്ളതിന് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 50 + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതായത് ആദ്യം 50യുടെ സ്ക്വയർ അല്ലേ, അടുത്തത് 2 × 50 × 1 2xy. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെ സ്ഥാനത്ത് 50യും 1ഉം ഉള്ളത്. അപ്പോൾ 2xy 2 × 50 × 1 പ്ലസ് y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയായി മാറി? 50യുടെ സ്ക്വയർ 100 ആണ് അല്ലേ. അത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ 50യുടെ സ്ക്വയർ തന്നെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 50യുടെ സ്ക്വയർ എഴുതി പ്ലസ് 2 × 50 100 ആണ്. 50യുടെ സ്ക്വയർ 100 അല്ല കേട്ടോ, അത് മാറിപ്പോയതാണ്, പറഞ്ഞു പോയത് 2500 ആണ്. ഓക്കെ, 2 × 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 100 × 1 എന്ന് പറഞ്ഞാൽ 100 തന്നെയാണ്. സോ 100 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ പ്ലസ് 101. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഈ കാര്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിലേക്ക് നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന രൂപം എങ്ങനെയാണ്? 50യുടെ സ്ക്വയർ പ്ലസ് 50 ആണ്. ഓക്കെ, പിന്നെ എന്തോന്നുണ്ട്, അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച വഴി ഇങ്ങോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് അങ്ങോട്ട് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 50യുടെ സ്ക്വയറിൻ്റെ കൂടെ 101 എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ ആദ്യം എഴുതേണ്ട ആരെയാ? 50 എഴുതണം. അപ്പോൾ ബാക്കി ആരെയും കൂടെ ഉണ്ടാവുള്ളൂ? 50 എഴുതി. അപ്പോൾ ബാക്കി ആരാ ഉള്ളത്? ബാക്കിയുള്ളത് 51 ആണ്. 51 ആണ് ബാക്കിയുള്ളത്. സോ നമ്മളെ ആൻസർ എന്താ? 51 എന്ന് പറയുന്ന ഈ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് 50യുടെ കൂടെ 51 ആണ് ആഡ് ചെയ്യേണ്ടത്. 101 കിട്ടും. എന്നാലേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോമിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ഭയങ്കര ക്ലിയർ ആയിരിക്കും. അതായത് x+1 ഹോൾ സ്ക്വയർ. x+1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ആണ്. അഥവാ 1 ആണ്. അതായത് 2xy എന്നുള്ളതൊക്കെ മാറ്റി എഴുതിയാണ്. ഇനി ഇതിനെ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ട എക്സ് സ്ക്വയറും എക്സും ആക്കി മാറ്റണം. ബാക്കി ഏതാ വരിക എന്നുള്ളതാണ്. എക്സ് സ്ക്വയറിന് അതേപോലെ എഴുതി. 2xന് ഞാൻ എന്ത് എഴുതി? ആദ്യം എക്സ് എഴുതി, പിന്നെ ഒരു എക്സും കൂടെ ഇട്ടു, പ്ലസ് 1 എന്നും കൊടുത്തു. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇതുവരെയുള്ള സാധനങ്ങൾ എന്തിലുള്ളതാണ്? ക്വസ്റ്റ്യനിലുള്ളതാണ്. ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത സാധനം ഏതാ? x+1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത സാധനമാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. x+1 എന്ന് പറയുന്ന ബി ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത് തന്നിരിക്കുന്ന x+1 എന്ന് പറയുന്നതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? x+1. സോ ഈ ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ അല്ലെങ്കിൽ a+b ഹോൾ സ്ക്വയർ എന്താ? a² + 2ab + b സ്ക്വയർ ആണ്. x+y ആണെങ്കിലോ x+y ഹോൾ സ്ക്വയർ ഈക്വൽ ടു x² + 2xy + y സ്ക്വയർ. ഈ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന് പുറമെ നമ്മൾ എന്തൊക്കെ എഴുതുന്നുണ്ടോ അതാണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. തന്നിരിക്കുന്നത് ഒരു സമപാർശ്വ ലംബകമാണ്, ഐസോസിലസ് ട്രപ്പീസിയമാണ്. ഞാൻ എന്തിനാണ് റെഡ് മാർക്കിൽ കൊടുത്തത്? ഈ ചോദ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു വേർഡ്സ് ആണ്. ഈ ABCD എന്ന് പറയുന്ന ഫിഗറിൽ ആംഗിൾ A = 80 ആണെങ്കിൽ ആംഗിൾ A = 80 ആണെന്നുണ്ടെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ സമപാർശ്വ ലംബകത്തിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ബാക്കിയുള്ളത് ആംഗിൾ B എന്ന് പറയുന്നതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ B എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ B എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. സെയിം ആയിരിക്കും അല്ലേ? 80 ഡിഗ്രി ആയിരിക്കും, സെയിം ആയിരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം എന്താ? ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് എന്താണ്?
സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഡി സി പാരലൽ ടു എ ബി, ആ രണ്ട് ഒരൊറ്റ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഇതിനുള്ളൂ. അതൊക്കെ അതിൻ്റെ അതായത് സമാന്തര വരകളേ ഉള്ളൂ. ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പെട്ടതാണ്. അതിലൊരു പ്രോപ്പർട്ടിയാണ് അടുത്തടുത്തിരിക്കുന്ന ആംഗിൾസ് 80 ഡിഗ്രി തന്നെയാണെന്നുള്ളത്. ആൻഡ് ആംഗിൾ സി എന്ന് പറയുന്നതോ അടുത്തടുത്തുള്ള രണ്ട് ആംഗിളുടെ ഈ രണ്ട് ആംഗിളിൻ്റെയും സംബന്ധമായിരിക്കും 180 ആയിരിക്കും. ഇത് 180 ആയിരിക്കും, ഇതും 180 ആയിരിക്കും. ഓക്കെ, ഇത് 180 ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ സിയും ഉണ്ട്. ആംഗിൾ ബിയും സിയും കൂടെ 180 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ആംഗിൾ സി എന്ന് പറയുന്നത്? 180 മൈനസ് 80, കാരണം ആംഗിൾ ബി നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി എന്നുള്ളത് ആൻസർ കിട്ടും. സോ ആംഗിൾ സി ഈക്വൽ ടു 100 ഡിഗ്രി എന്നുള്ളത് ആൻസർ കിട്ടി. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 2 മാർക്കാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്, നേരത്തെ ഡിസ്കസ് ചെയ്തു. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്നാൽ ഇത് അടുത്തൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ചോദ്യമാണ്. രാമു ഡെപ്പോസിറ്റഡ് 1000 rupees in a bank which gives similar interest after 1 year. രാമു got 100 rupees as interest. What is the rate of interest? സാധാരണ പലിശ കണക്കാക്കുന്ന എന്താ? I equal to PNR by 100 അല്ലേ. ഈ I എന്ന് പറയുന്നത് ഇവിടെ എത്ര രൂപയാണ്? 100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ മുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയാണ്. ഇൻറ്റു എത്ര വർഷത്തേക്ക്? 1 വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് 6 ആണ്. കാരണം ഡിവൈഡ് ബൈ 100. 0 കട്ട് ചെയ്യാലോ, 0 കട്ട് ചെയ്തു. മേലെ എന്തായതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ 100 ഈക്വൽ ടു R 10 ഇൻറ്റു R എന്നേ ബാക്കി ഉണ്ടാവുള്ളൂ. ഏതേ ഉണ്ടാവുള്ളൂ? ഇവിടെ 2 പൂജ്യമല്ലേ പോയിട്ടുള്ളൂ, ബാക്കി ഒരു 0 ഉണ്ടല്ലോ. 10 ഇൻറ്റു R എന്നുള്ളതാണ് ബാക്കി ഉണ്ടാവും. അപ്പോൾ 6 കാണാൻ എന്ത് ചെയ്താൽ മതി? 10 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ? 10 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതാണ്. 100 ബൈ 10, 0 കട്ട് ചെയ്താൽ ബാക്കി 10 എന്നുള്ളത് ഉണ്ടാവും. സോ 10% എന്നുള്ളതുണ്ട്. സോ 10% എന്നുള്ളതായില്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആയി. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യം. ഇൻ ദ ഫിഗർ പി ക്യു ഈക്വൽ ടു ക്യു ആർ. പി ക്യു എന്ന് പറയുന്നത് ക്യു ആറിന് ഈക്വൽ ആണെന്നുള്ളതാണ്. പി ആറിന് ഈക്വൽ ആണെന്നുള്ള ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി ക്യു ഈക്വൽ ടു പി ആർ എന്ന് പറയുന്ന രണ്ട് സൈഡ് ഈക്വൽ ആണ്. ആംഗിൾ ക്യു ഈക്വൽ ടു 30 ഡിഗ്രി. ഇങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പേരെന്താ? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നുള്ളതാണ്. ഇതിന്റെ രണ്ട് വശം ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് വശത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ആർ എന്ന് പറയുന്നതും 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ആംഗിൾ ക്യൂവും ആംഗിൾ ആറും 30 ഡിഗ്രി ആയിരിക്കും, കാരണം രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട്. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പി എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 60 ആയില്ലേ? ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയില്ലേ? ആംഗിൾ പി, ഇവിടെ ആംഗിൾ ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്, അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. ആംഗിൾ പി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് രണ്ടും 30 ഡിഗ്രി ആണെങ്കിൽ 180 ആണ് ടോട്ടൽ. ആ 180 നിന്നും 30 കൂടെ കൂട്ടി 60 അല്ലേ? ആ 180 നിന്നും 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 120 ഡിഗ്രിയാണ്. സോ നമ്മൾ ആംഗിൾ എത്രയാ? 120 ഡിഗ്രി എന്നുള്ള ആംഗിൾ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? സോ ഈ പറഞ്ഞിരിക്കുന്നതും 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചോദ്യം എന്ന് പറയുന്നത് 2 is added to 3 times of a number gives 17. അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ സംഖ്യ ഏതാണെന്നറിയോ? ഇല്ല, എക്സ് എന്ന് എടുത്തു. ആ എക്സിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x ആണ്. അതിനോട് 2 കൂട്ടിയാൽ 17 കിട്ടും. ഒരു നമ്പറിന്റെ, ആ നമ്പർ ഏതാണെന്നറിയില്ല, ആ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ആ എക്സിന്റെ 3 ഇരട്ടിയോട് 2 കൂട്ടിയാൽ 17 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 ഇരട്ടിയോട് 2 കൂട്ടിയാൽ 3x പ്ലസ് 2 ഈക്വൽ ടു 17 എന്ന് പറയും. അതായത് 3x എന്ന് പറഞ്ഞാൽ പ്ലസ് 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? -2 ആയി അല്ലേ? 17 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 എന്നായി. 3x 15 ആണെങ്കിൽ ഒരു എക്സ് എത്രയാ? 3 × x ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് ആയി, അതായത് ഡിവൈഡ് ബൈ ആയി. 15/3 എന്നായി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് കിട്ടി. സംഖ്യ ഏതാ? സംഖ്യ 5 ആണ്. 5ന്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 അല്ലേ കിട്ടുക? അത്രയേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ 5 എന്ന് കണ്ടുപിടിച്ച്. 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ വരുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ നമുക്ക് ഇനി 2 മാർക്കിന്റെ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് നോക്കിയേ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ആദ്യം കാണേണ്ടത് ഈ ഒരു ആംഗിളിനെയാണ്. ഇത് 110 ഉണ്ട്, ഇത് 70 ഉണ്ട്, ഇത് 80 ഉണ്ട്. ടോട്ടൽ ഒരു ഉള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 360 അല്ല 360 ഡിഗ്രിയിൽ നിന്നും 110 + 70 + 80 ആ 3 ആംഗിൾ ആഡ് ചെയ്തിട്ട് കുറയ്ക്കുന്നതാണ്. 360 ആണ് ടോട്ടൽ. അതിൽ 3 ആംഗിൾ അറിയാം, 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിന്റെ സമ്മ് കുറച്ചാൽ മതി. 360 നിന്നും 260 കുറയ്ക്കുന്നതാണ് നമ്മൾ ഈ ആംഗിൾ, അതായത് 100 ഡിഗ്രി. എ ബി സി എന്ന് പറയുന്നത് 100 ഡിഗ്രി. ഇത് 100 ഡിഗ്രിയാണ്.
ക്ലിയർ അല്ലേ? അത് 100 ആണെങ്കിൽ ഈ ബാക്കിയുള്ള ആംഗിൾ എത്രയാ? ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ 180 ഡിഗ്രിയാണ് അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് CBE എന്ന് പറയുന്ന ഈ ആംഗിളാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. CBE എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 ഉണ്ട്, അപ്പോൾ അത് എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് 3 മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യം, സ്ഥിതിവിവര കണക്ക്. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 മാർക്കിൻ്റെ 2 ചോദ്യം കൂടെ ചെയ്യും. എന്താ അത് കംപ്ലീറ്റ് ആയാലേ നമ്മൾ ഈ ഒരു പാർട്ട് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും എന്ന് പറഞ്ഞാൽ പാർട്ടിനൊരു എന്ത് കിട്ടുള്ളൂ? സംതൃപ്തി കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഏത് മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യം വേറെ പാർട്ടായിട്ട് ചെയ്യാനോ അത് കാണാനും വേണം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങളത് കാണണം. അത് കഴിഞ്ഞിട്ട് 5 മാർക്കിൻ്റെ പാർട്ടുണ്ട്, അതും കാണണം. എന്നാലേ നമുക്ക് എക്സാമിന് എന്താവുള്ളൂ? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം 25 കുട്ടികളുടെ മാത്തമാറ്റിക്സിലെ സ്കോറാണ് തന്നിരിക്കുന്നത്. അതിനൊരു ടേബിളും ക്രിയേറ്റ് ചെയ്യണം. എടാ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? എന്താണ് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇത് രണ്ടാമതൊന്ന് എടുത്ത് എഴുതുക, വരയ്ക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യാന്നുള്ളൂ. അതിൽ തന്നിരിക്കുന്നത് ഇതാ ഈ കുട്ടികളുടെ സ്കോർ എന്ന് പറയുന്നത് ഈ കാണുന്ന നിരന്ന് നിൽക്കുന്ന ഈ മാർക്കാണ് അവരുടെ സ്കോർ അല്ലേ? ഇനി ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സിൽ എനിക്ക് ആദ്യം ഇവിടെ ഫില്ല് ചെയ്യേണ്ട സ്കോർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 0 to 10 ഉണ്ട്, 10 to 20 ഉണ്ട്. അപ്പോൾ അടുത്ത ഏതാ? 20 to 30 ഉണ്ട്. ഇത് ഏതുവരെ പോകണം? 30 to 40 ഉണ്ട്, 40 to 50 ഉണ്ട്. ഇവിടെ കറക്റ്റ് തന്ന സ്പേസ് വരെ പോയാൽ മതി. കാരണം എന്താണെന്ന് അറിയോ? ഇവർ കറക്റ്റായിട്ട് തരാനുള്ള കാരണം ഏറ്റവും വലിയ സംഖ്യയായിട്ട് തന്നിരിക്കുന്നത് 47. അപ്പം 47 എന്ന് പറയുന്നത് 50 തൊട്ടടുത്തല്ലേ? 50 കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ 50 കഴിഞ്ഞ ക്ലാസ് നമുക്ക് വേണോ? വേണ്ടല്ലോ. 50 to 60 ഒന്നും വേണ്ടല്ലോ, ആവശ്യമില്ല. എന്നാൽ അടുത്തത് ടാലി മാർക്കാണ്. 0 മുതൽ 10 വരെ മാർക്ക് വാങ്ങിയ എത്ര പേരുണ്ടെന്ന് എണ്ണണം. 0 മുതൽ 10 വരെ മാർക്ക് വാങ്ങിയ, ഞാനത് നീല കളറിൽ മാർക്ക് ചെയ്യാം. 0 മുതൽ 10 വരെ. 10 വരെ എന്ന് പറഞ്ഞാൽ 10 കൂട്ടൂല കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. 10 ഇതിലെല്ലാം കൂട്ടുക. 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 മാർക്ക് വാങ്ങിയവർ. 10 വരെ, 10നെ കൂട്ടിയിട്ടില്ല. 0 മുതൽ 10 എന്ന് പറയുമ്പോൾ 10നെ കൂട്ടിയിട്ടില്ല. ആദ്യത്തെ നമ്പർ 9 കിട്ടി, 1 കിട്ടി, 2 കിട്ടി, 2 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് ടാലി 2 ആണ്, 2 മാർക്ക്, 2 പോയിന്റ്സ്. ഓക്കെ, അടുത്തത് പേർപ്പിൾ കളറിൽ നമ്മൾ നോക്കുന്നത് 10 to 20 വരെ വാങ്ങിയവരാ. 10 to 20 എന്ന് പറഞ്ഞാൽ 12. അടുത്തത് ഏതാ? 15, 14, 11, 10. കണ്ടോ? ഇതിലാണ് 10 വരിക. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക്? എത്ര? 10, 15 ഇല്ലല്ലോ. 1, 2, 3, 4, 5 5 ഉണ്ട്. അതായത് ടാലി 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ ടാലി ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, സോ 5 എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ അടുത്തത് 20 മുതൽ 30 വരെ. 20 ഒന്ന് കയറി, അത് വേറെ കളറിൽ യൂസ് ചെയ്യാം അല്ലേ? റെഡിൽ യൂസ് ചെയ്യാം. 20, 26, 28, 24, 29, 22, 23 അല്ലേ? വേറെ അല്ലല്ലോ. 1, 2, 3, 4, 5, 6, 7 7 ഇതേപോലെ 5 കട്ട് ചെയ്തു, വീണ്ടും 2 ഇട്ടു. അതേപോലെ 30 to 40 ഉള്ള 7 ഓക്കെ, അടുത്ത 40 to 50. 40 to 50 ഉള്ളത് എത്ര? 40 to 50 എത്ര? 40, 1, 2, 3, 4 4 അല്ലേ? 4. ഓക്കെ, അതായത് 7 7 4. സോ എത്രയാ ടോട്ടൽ എത്രയാ? 7 7 14, 14 4 28, സോറി 14 4 18, 18 2 20, 20 5 25. സോ ടോട്ടൽ 25 എന്നുള്ള കിട്ടി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കായി? 3 മാർക്കായി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ ആണല്ലോ? ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്കായി. നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. ടാലി ചെയ്യേണ്ടത് എങ്ങനെയാണ്? 2 മാർക്കിൻ്റെ 2 പോയിന്റ് അല്ലേ? 2 ആണെങ്കിൽ 2 ലൈൻ, 3 ആണെങ്കിൽ 3 ലൈൻ, 5 ആണെങ്കിൽ 4 ലൈൻ 1 ക്രോസ്, 10 ആണെങ്കിലോ 4 ലൈൻ 1 ക്രോസിൽ 5 ആയി, അടുത്ത 4 ലൈൻ 1 ക്രോസിൽ 10 ആയി. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടാലി ചെയ്യാൻ വേണ്ടിയിട്ട്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. x = 3 ആണെങ്കിൽ y = -7 ആണെങ്കിൽ x + y, അതായത് 3 + -7, അതായത് y എന്ന് പറയുന്നത് -7 ആണ്, x = 3 ആണ്. 3യും പ്ലസ് മൈനസ് ഒരുമിച്ചാൽ എന്തായി? മൈനസായി. 3 - 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ന്ന് 7 കുറയ്ക്കാൻ പറ്റുമോ? 3 മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന നമ്പർ 3. പിന്നെയും കുറയ്ക്കണം എത്രയാണ്? 4. അപ്പം -4 എന്ന് പറയുന്നതാണ്, നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അടുത്തത് x - 7 ആണ്, സോറി x - y ആണ്. x എത്രയാണ് അവിടെ? x എന്ന് പറയുന്നത് 3 ആണ്. 3 - -7, മൈനസും കൂടെ കൂടിയാൽ എന്തായി? പ്ലസ് ആയി. പ്ലസും കൂടിയ പ്ലസ് ആയി, മൈനസും കൂടിയ പ്ലസ് ആയി, പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആയി. ഇവിടെ എന്താ? മൈനസും ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് വന്നു. ഇനി x + y × x - y. x + y × x - y എന്ന് പറഞ്ഞാൽ എന്താ? x + y × x - y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ മക്കളെ? ഇവിടെ x + y ആണ്, ഇവിടെ x - y ആണ്. ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലേ. ഐഡന്റിറ്റി നമ്മൾ പഠിച്ചത് ഓർമ്മല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്താ 3 സ്ക്വയർ ആണ്, മൈനസ് 7 ഹോൾ സ്ക്വയർ അല്ലേ. -7 അല്ലേ വൈ, അതിൻ്റെ ഹോൾ സ്ക്വയർ. 9 മൈനസ് 7ൻ്റെ സ്ക്വയർ എത്രയാ 49. നെഗറ്റീവിൻ്റെ സ്ക്വയർ എത്രയാ? നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്താ? മൈനസിൻ്റെ മൈനസ് എന്താ? പ്ലസ് ആണ്. സോ 9 മൈനസ് 49 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -40 എന്നുള്ളത് ആൻസർ വന്നു. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്കാ? യെസ്, 3 മാർക്ക്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലായല്ലോ. എന്നാൽ അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. The perimeter of a triangle is 36 centimeters and sides are in the ratio 2:3:4. Find the length of its side. ആദ്യം നോക്കണ്ടേ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് 36 ആണ്. ചുറ്റളവ് 36 ആണ്. എല്ലാ വശവും കൂടെ കൂട്ടുന്നല്ലേ 36. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ വന്നിരിക്കുന്നത് 2:3:4 ആണ്. 2:3:4. അപ്പോൾ എത്ര പാർട്ട് ഉണ്ട് നോക്കാം. പാർട്ട് നോക്കാൻ വേണ്ടിയിട്ട് റേഷ്യോനെ ആഡ് ചെയ്യാന്നുള്ള. എത്ര പാർട്ടാണ്? അംശബന്ധത്തെ ആഡ് ചെയ്യുക. 2 + 3 + 4. എത്ര പാർട്ട് ഉണ്ട്? 2 3 5 5 4 9 പാർട്ടാണുള്ളത്. 9 പാർട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 36 ആണെങ്കിൽ ഒരു പാർട്ട് എത്രയാ? ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്രയാ? 36/9. 36/9 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. ഒരു പാർട്ട് 4 ആണ്. അപ്പം ഈ റേഷ്യോ ഇതും എങ്ങനെ വരും? 2:2. ഒരു പാർട്ട് 4 ആണ്. 2 പാർട്ട് എന്താ? 2 × 4 3 × 4. ഒരു പാർട്ടിന് കണ്ടുപിടിച്ചു. ബാക്കി 2 പാർട്ട് 3 പാർട്ട് 4 പാർട്ടാണുള്ളത്. നമുക്ക് സൈഡ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അളവുകളാണ്, വശങ്ങളുടെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. 4:4 × 4. 8:12:16. അതായത് 8ഉം 12ഉം 16ഉമാണ്. 8ഉം 12ഉം 16ഉമാണ് ഓരോ സൈഡുകൾ വരുന്നത്. 8,12,8, 8 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ അല്ല രണ്ടാമത്. 12 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ. ഇത്ര ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്തായി? 3 മാർക്കായി. എളുപ്പമല്ലേ? ആദ്യം ചെയ്യേണ്ട പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റിലുള്ള അളവാ. കൂട്ടണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അംശബന്ധത്തെയും കൂട്ടണം. അംശബന്ധത്തെ കൂട്ടിയപ്പം 9 പാർട്ടുള്ള. അപ്പോൾ ഒരു പാർട്ട് എത്രയാണ്? 4. അങ്ങനെയാണ് 2 പാർട്ട് 8, 3 പാർട്ട് 12, 4 പാർട്ട് എത്ര? 16. ഓക്കെ. എന്നാൽ അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. ABCD ഒരു സമഭുജ സമാന്തരികമാണ്. ACBD എന്നീ വികരണങ്ങൾ 0 അല്ലെങ്കിൽ Oയിൽ മുറിച്ച് കിടക്കുന്നു. ആംഗിൾ OAB എന്ന് പറയുന്നത് AOB എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതൊരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അഥവാ സമഭുജ സമാന്തരികമാണ്. അപ്പോൾ എന്തായിരിക്കും? അവിടെ ബൈസെക്ട് ചെയ്യും അല്ലേ? പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യും. ലംബ സമഭാജിയാണത്. അപ്പോൾ എന്തായി? അതിനെ 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. 90 ഡിഗ്രിയാണ് അതിൻ്റെ AOB എന്ന് പറയുന്നത്. ഇനി AC = 7 സെൻറ്റിമീറ്ററും BD = 6 സെൻറ്റിമീറ്റർ സമഭുജ സമാന്തരികം വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ട AC എന്ന് പറയുന്ന ലൈൻ 7 സെൻറ്റിമീറ്ററിൽ. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് എത്രയാണ്? 3.5. ഇത് 3.5. 7 പകുതി. എന്നിട്ട് മേലേക്ക് 3 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. താഴേക്ക് 3 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആയില്ലേ? ആണല്ലോ, ആയില്ലേ? സോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ? 6 സെൻറ്റിമീറ്റർ ആയ സമഭുജ AC എന്ന് പറയുന്ന അതിൻ്റെ ഡയഗണലാണ്, വികരണമാണ്. അത് 7 സെൻറ്റിമീറ്റർ, BD = 6 സെൻറ്റിമീറ്റർ. സോ ഒരു ഡയഗണൽ ഇങ്ങനെ, ഒരു ഡയഗണൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യിച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടി? 6 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും വികരണങ്ങൾ വരുന്ന ഡയഗണലിൽ വരുന്ന നമുക്കൊരു റോംബസിനെ കിട്ടി. ഇതിനെ പേര് കൊടുക്കാം. AC എന്ന് പറയുന്നത് BD എന്ന് പേര് കൊടുത്തു. ABCD എന്നുള്ള പേരിൽ നമുക്ക് കിട്ടി. ഓക്കെ. സോ ആദ്യം ചെയ്യേണ്ട എന്താ? 7 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഹാഫായിട്ട് കട്ട് ചെയ്യുക. ആ ഹാഫിൽ 6 സെൻറ്റിമീറ്ററിന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. ജോയിൻ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. വേറൊരു കാര്യമില്ല. 90 ഡിഗ്രി ആണെന്ന് ഉറപ്പ് വരുത്താം. ഈ 4 ആംഗിളും 90 ഡിഗ്രിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 90 ഡിഗ്രി ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ. സോ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്കാണ്. ചുമ്മാ കളയണോ? വേണ്ട. എന്നാൽ ഇവിടെ x+1 × y+1 = xy + x+y. അതായത് x+1 × y+1 എന്നാണ് വന്നിരിക്കുന്നത്. x × y എന്താ? ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്രോസ് ചെയ്യാൻ പറയും. അതായത് ജമ്പിങ് പ്രോസസ് ആണ് ഇവിടെ നടക്കുക. ജമ്പിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട x × y, അതായത് xy. ഇനി x × 1, അതായത് +x. അടുത്തത് 1 × y എത്രയാ? +y അല്ലേ? എക്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. പിന്നെ 1 × y കഴിഞ്ഞാൽ പിന്നെ 1 × 1 ആണ്, അതായത് +1. ഇനി ഇവിടെ നോക്കുക. ഇവിടെ x ഉണ്ട്, xy ഉണ്ട്, y ഉണ്ട്. എന്താ കൂടുതൽ? എന്താ ഇവിടെ കുറവുള്ളത്? 1 ആണ് കുറവുള്ളത്. അപ്പോൾ ആൻസർ എത്രയാ? 1 എന്ന് പറയുന്നതാണ്. ബിൻ്റെ ആൻസർ 1 ആണെങ്കിൽ ബിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതേ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് എന്താ? ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 51 × 21. അപ്പോൾ എന്ത് ചെയ്താൽ പറ്റും? 50 + 1 × 20 + 1. 50 + 1 × 20 + 1. ആദ്യത്തെ എന്താ? xy ആണ്. അതായത് 50 × 20 അല്ലേ? എക്സും വൈയും അത് തന്നെയാണല്ലോ. എക്സിൻ്റെ സ്ഥാനത്ത് 50, വൈൻ്റെ സ്ഥാനത്ത് 20 ആണ്. 50 × 20 + 50 + 20
+1. അത് ആ ഒരു ടേമിനെ കംപ്ലീറ്റ്ലി ഇതേപോലെ എഴുതിയ കേട്ടോ, വേറെ ഒന്നുമല്ല, ഇതേപോലെ എഴുതിയാണ്. XY + X + Y + 1 നമ്മൾ കണ്ടുപിടിച്ചാണ്, അതേപോലെ എഴുതിയാണ്. 50 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 × 20. 50 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണല്ലേ. 1000 + 71 എന്ന് വരും. അതായത് 1071 എന്നുള്ളത് എൻ്റെ ആൻസർ വരും. ക്ലിയർ അല്ലേ? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ ചോദ്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയി. സുമേഷ് ഡെപ്പോസിറ്റഡ് 10,000 rupees in a bank which gives 10% interest compounded annually. How much would he get after 2 years? എടാ നേരത്തെ നമ്മൾ ഇത് PNR/100 ആണ്. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നതാ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് P × 1 + R/100 ഹോൾ റൈസ് ടു n. ഇതാണ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് 10,000 രൂപയാണ് പ്രിൻസിപ്പൾ. അപ്പം P = 10,000 രൂപ എന്ന് കിട്ടും. എന്നിട്ട് 1 + R എത്രയാ? 5 ആണ്. 5/100 എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. ക്ലിയർ അല്ലേ? 2 വർഷത്തേക്കാണ്. അപ്പം 10,000 അവിടെ നിൽക്കട്ടെ. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നോക്കുമ്പം 100 + 5 അല്ലേ, 100 × 1 100, 5 × 1 5 മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 100 + ഇപ്പോൾ ഇത്രയേ ഉള്ളൂടാ. 1 + 5/100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1/1 ആണ്. അതായത് 1 × 100ഉം 1 × 5ഉം ചെയ്യാം. അതായത് 100 + 5 / 1 × 100 എത്രയാണ്? 100. ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് 100 + 100 ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ഇവിടെ ശ്രദ്ധിച്ചോ. ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാക്കി സ്റ്റെപ്പ് അതിനൊക്കെ മാറ്റി നിർത്തിയതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന 10,000 ഇവിടെയുണ്ട്, 10,000 ഇവിടെയുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ 105/100 എന്ന് പറയുന്നതിൻ്റെ 2 സ്ക്വയറുകളും. ഓക്കെ, 105/100 സ്ക്വയർ അല്ലേ, അതായത് 105, 100 + 5 105 അല്ലേ, 105/100 ഉണ്ട്, 105/100 2 സ്ക്വയർ ആയതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഉള്ള 2 0 കട്ട് ചെയ്തു, 2 0 കട്ട് ചെയ്തു, 2 0 കട്ട് ചെയ്തു, 2 0 കട്ട് ചെയ്തു. താഴെ എന്താ ഡിവിഷനും മേലെ മൾട്ടിപ്ലിക്കേഷനും ആയതുകൊണ്ടാണ്. ആ 105ൻ്റെ സ്ക്വയർ 105 × 105. ഇതാണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം നോക്കിയാൽ മതി. താഴെ എത്ര 0 നോക്കുക, മേലെ എത്ര 0 നോക്കുക, കട്ട് ചെയ്യുക. അന്നേരം 105ൻ്റെ നടുലുള്ള 0 കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ 105 × 105 എന്ന് പറഞ്ഞാൽ എത്രയാ? 11,025 രൂപ. 11,025 രൂപ. ക്ലിയർ അല്ലേ? ഇത്രയും രൂപയാണ് 2 വർഷത്തിന് ശേഷം ആർക്ക് കിട്ടിയത്? സുമേഷിന് കിട്ടിയത്. ക്ലിയർ അല്ലേ? സോ 11,025 രൂപ. എന്നാൽ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ ഡയഗണലിൽ ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയഗണലിനെ ഞാൻ 7 സെൻറ്റിമീറ്റർ ആക്കി കട്ട് ചെയ്തു. ഡയഗണൽ രണ്ടും സെയിം ആവില്ലേ ഒരു സ്ക്വയറിൻ്റെ? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഞാൻ 3.15 ഞാൻ അടുത്ത ലൈൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോ. 3.15 കട്ട് ചെയ്തു. 90 ഡിഗ്രി ആയിട്ട് കേട്ടോ, 90 ഡിഗ്രി ആയിട്ട് ബൈസെക്ടർ വരച്ചതാണ്. ഇത് 3.5 ആണ്, ഇത് 3.5 ആണ്, ഇതും 3.5 ആണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെ AB എന്നോ അല്ലെങ്കിൽ AC എന്നോ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 3.5 തന്നെ. കാരണം ഡയഗണൽ സെയിം അല്ലേ. നേരത്തെ നമ്മൾ റോംബസിൻ്റെ ചെയ്ത പോലെ തന്നെ അത് 7ഉം 6ഉം ആണെങ്കിൽ ഇത് രണ്ടും 7 ആണ്. കാരണം എന്താ? ഡയഗണൽസ് സെയിം ആണ് ഇതിൻ്റെ സ്ക്വയറിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞിരിക്കുന്ന 7 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു സ്ക്വയർ കിട്ടി. ഇപ്പോൾ പേര് കൊടുക്കണം ABCD എന്ന് പറയുന്ന നേരത്തെ പേര് കൊടുത്ത പോലെ തന്നെ. ഇത്രയേ ഉള്ളൂ. ഒരു 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക, ഹാഫ് കട്ട് ചെയ്യുക. ഹാഫിൻ്റെ മേലേക്കും 3.5, താഴേക്കും 3.5. അത് 90 ഡിഗ്രി ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളൂ. 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറായി, സ്ക്വയറായി. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 മാർക്കിൻ്റെ ചോദ്യം ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. 2 മാർക്കിൻ്റെ ചോദ്യം X² - Y², X + Y × X - Y എന്ന് പറയുന്നതാണ് അല്ലേ. X + Y × X - Y ആണ്. ഇതേ രൂപത്തിലായിരിക്കും. നിങ്ങളോട് ഐഡന്റിറ്റി തരും, എന്നിട്ട് അതിൻ്റെ ബാക്കി ചെയ്യാൻ പറയും, എന്നിട്ട് അതേ രൂപത്തിൽ ചോദ്യം തരും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും തന്നിട്ടുണ്ട് 52² - 48². അപ്പോൾ എന്ത് ചെയ്യണം? 52 - 48 × 52 + 48 ഇങ്ങനെയല്ലേ വരിക അല്ലേ. 52ൻ്റെ സ്ക്വയറും 48ൻ്റെ സ്ക്വയറും ആണ്. അതായത് 52 - 48 എത്രയാ? 4. 4 × 52 + 48 എത്രയാണ്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 100 400 എന്നുള്ളത് ആൻസർ വരും.
സോ 400 എന്നുള്ള ആൻസർ വന്നു കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യവുമായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മാക്സിമം ക്രിസ്പായിട്ട് ഷോർട്ടായിട്ട് വീഡിയോ, നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇത്രയും ക്രിസ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഞങ്ങളത് സോൾവ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കത് സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 4 പാർട്ടിൻ്റെയും 5 പാർട്ടിൻ്റെയും 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഓരോ പാർട്ടികൾ വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് കാണാം.